നമസ്കാരം. സാക്ഷി ടി വിയുടെ ആടാം പാടാം എന്ന പ്രോഗ്രാം ഇരുകൈ നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് സാക്ഷി ടി വിയുടെ ആടാം പാടാം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് പോരേടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ മീര കിരണാണ്. നൃത്തത്തിനു പുറമെ പദ്യപാരായണം, മോണോ ആക്ട്, കഥാപ്രസംഗം എന്നീ ഇനങ്ങളിൽ ജില്ലാതല കലോത്സവത്തിൽ പ്രതിഭ തെളിയിച്ച വ്യക്തി കൂടിയാണ് മീര. ചടയമംഗലം വെട്ടുവഴി പ്രഭാമന്ദിരത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുന്ന ശ്രീ കിരണിന്റെയും അധ്യാപികയായ ദിവ്യയുടെയും മകളാണ് മീര. വിദ്യാർത്ഥിയും പഞ്ചാരിമേളം കലാകാരനുമായ മഹി കിരൺ സഹോദരനാണ്. സാക്ഷി ടിവിയുടെ ആടാം പാടാം എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു മീര കിരൺ. നമസ്കാരം. നാടിനെ ഞെട്ടിച്ചിരിക്കുന്ന വാർത്തയാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. അതിപ്പോ ഞാൻ എന്നാ പറയാനാ, അന്യദേശത്തുനിന്ന് വന്ന ആളുകളല്ലേ, ഇതല്ല ഇതിനപ്പുറവും നടക്കും. ഞാനും എന്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. എല്ലാവരും ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണേ. ഞാനും എന്റെ ടീമും വളരെയധികം ശ്രമിക്കുന്നുണ്ട് പ്രതിയെ കണ്ടെത്താൻ. ഞങ്ങൾ എന്തായാലും കണ്ടെത്തിയിരിക്കും. എന്താ നടക്കില്ല, അന്യദേശത്തുനിന്ന് വന്ന ഒരു കുട്ടിയുടെ കർമ്മങ്ങൾ നോം ചെയ്യാനോ? നടക്കില്ല. മാറിക്കേ, മാറിക്കേ. നമ്മുടെ മോളെ കിട്ടിയോ? മോളെ കിട്ടി. സ്കൂൾ യൂണിഫോമിലാ നമ്മുടെ മോള്. പൊതച്ച് കിടക്കാൻ മോള് പൊതച്ച് കിടക്കാട്ടാ. മോളെ പൊന്നു മോളെ, ആരാടാ ഉള്ളേ? പൊന്നു മോളെ, ആരാടാ ഉള്ളേ? മോളെ കണ്ണു തുറക്കടാ. പ്രിയമുള്ളവരെ, സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, സഹോദരിയാണ്. തലമുറയിലൂടെ മാനവരാശിയെ വ്യാപിപ്പിക്കുന്നവളാണ്. സമത്വവാദം ഉന്നയിക്കുന്ന മഹിള ഒന്നറിയുക, സ്ത്രീയുടെ മഹത്വത്തെക്കാൾ വലിയ മഹത്വം മറ്റൊന്നുമില്ലെന്ന്. നന്ദി, നമസ്കാരം. മാന്യസദസ്സിന് വന്ദനം. ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. ആദിരാവിന്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചെതുമ്പലരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി. പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൻതപം ചെയ്ത മരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിഭാഗമഗ്നി.
ഞാൻ